നമസ്കാരം. ഗൾഫിലേക്ക് മടങ്ങുവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കൊല്ലം കടയ്ക്കലിൽ പ്രവാസി വ്യവസായി സുഗതനും ഭാര്യ ലതയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതകൾ ഏറുകയാണ്. കോടികളുടെ ആസ്തിയുള്ള ഇവർ നാട്ടുകാർക്കും റാസൽ ഖൈമയിലെ പ്രവാസികൾക്കും ഏറെ പ്രിയങ്കരനായ മനുഷ്യരായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ചുവട് വെച്ചു? ഈ മരണത്തിന് പിന്നിൽ സാമ്പത്തിക ബാധ്യതകളല്ല എന്ന് സുഹൃത്തുക്കൾ ഉറപ്പിച്ചു പറയുമ്പോൾ പോലീസിനെ പോലും കുഴപ്പിക്കുന്ന ചില നിർണായക വിവരങ്ങളൊക്കെ തന്നെയാണ് പുറത്തു വന്നത്. പ്രണയിച്ച് വിവാഹിതരായവരാണ് സുഗതനും ലതയും. 4 പതിറ്റാണ്ടിലേറെയായി റാസൽ ഖൈമയിൽ സ്വന്തമായി നിർമ്മാണ കമ്പനിയും റെസ്റ്റോറന്റും നടത്തിവരുന്ന ഇവർ പരസ്പരം ഏറെ സ്നേഹിച്ച് ജീവിച്ച ദമ്പതികളായിരുന്നു. എന്നാൽ മരണപ്പെടുന്നതിന് തലേ ദിവസം രാത്രി ഇരുവരും തമ്മിൽ കടുത്ത തർക്കമുണ്ടായതായി ബന്ധുക്കൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ തർക്കമാണോ അതോ മറ്റെന്തെങ്കിലും പെട്ടെന്നുണ്ടായ മാനസിക സമ്മർദ്ദമാണോ ഇവരെ ഈ അവസ്ഥയിലേക്ക് നയിച്ചു? ലതയെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയ ശേഷം സുഗതനെ ഫാനിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തതാകാമെന്ന സംശയത്തിൽ തന്നെയാണ് പോലീസ് ആദ്യമേ എത്തിച്ചേർന്നത്. സംഭവ സ്ഥലത്തു നിന്ന് യാതൊരുവിധ ആത്മഹത്യ കുറിപ്പുകൾ ലഭിക്കാത്തത് ഈ ദുരൂഹതയുടെ ആഴം കൂട്ടുന്നുണ്ട്. കൂടാതെ ലത ഇതിനെ പ്രതിരോധിക്കുവാനും ശ്രമിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി സുഗതന് വയറിൽ നഖം കൊണ്ടുള്ള പോറലുകൾ അടക്കമാണ് ഏറ്റിരുന്നത്. ഈ കേസിൽ ഏറ്റവും വലിയ അസ്വാഭാവികത ദൃശ്യമാകുന്നത് ഇവരുടെ സംസ്കാര ചടങ്ങിൽ തന്നെയായിരുന്നു. സാധാരണ ഹൈന്ദവാചാര പ്രകാരം ചിതകൂട്ടി കത്തിക്കുന്നതിന് പകരം ഇരുവരുടെയും മൃതദേഹങ്ങൾ മണ്ണിൽ അടക്കം ചെയ്യുകയായിരുന്നു. ഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനകൾക്കായി മൃതദേഹാവശിഷ്ടങ്ങൾ വീണ്ടും പുറത്തെടുക്കേണ്ടി വന്നാൽ പ്രയോജനപ്പെടട്ടെ എന്ന മുൻകരുതലിന്റെ ഭാഗമായി പോലീസിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് കുടുംബം മൃതദേഹങ്ങൾ കത്തിക്കാതെ മണ്ണിൽ അടക്കിയത്. വിജയകരമായ പ്രവാസ ജീവിതം നയിച്ചിരുന്ന ഇവരുടെ വിയോഗം കേവലം പണത്തിനും അപ്പുറം പ്രവാസികളുടെ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള വലിയൊരു ചർച്ചയ്ക്ക് കൂടിയാണ് വഴി തുറന്നിട്ടുള്ളത്. UAE-യിലുള്ള ഇവരുടെ മക്കൾ നാട്ടിലെത്തിയിരുന്നു. മരണത്തിന്റെ യഥാർത്ഥ കാരണം പുറത്തു കൊണ്ടുവരുവാൻ പോലീസ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ്. കൊല്ലം കടയ്ക്കൽ 5 മുക്കിലെ ആഡംബര വസതിയായ ഉഷസ് ഇപ്പോൾ പോലീസ് കാവലിലാണ്. സുഗതന്റെയും ലതയുടെയും വിയോഗം സൃഷ്ടിച്ച ഞെട്ടൽ നിന്ന് കേരള സമാജവും UAE-യിലെ മലയാളി സമൂഹവും ഇനി മുക്തരായിട്ടില്ല. എന്നാൽ ആത്മഹത്യാക്കുറിപ്പിന്റെ അഭാവം അന്വേഷണ സംഘത്തെ ഇപ്പോൾ തികച്ചും വ്യത്യസ്തമായ ചില വഴികളിലേക്ക് വിരൽ ചൂണ്ടാൻ പ്രേരിപ്പിക്കുകയാണ്. കേവലം ഒരു കുടുംബ വഴക്കിനപ്പുറം ഈ മരണത്തിലേക്ക് നയിച്ച ബാഹ്യ ഇടപെടലുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുക. ദമ്പതികളുടെ മൊബൈൽ ഫോണുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സൈബർ സെല്ലിന് കൈമാറി കഴിഞ്ഞു. മരണത്തിന് തൊട്ടു മുൻപുള്ള നാട്ടിലും വിദേശത്തുമായുള്ള ആരുമായാണ് ബന്ധപ്പെട്ടതെന്നും ദുബായിലേക്ക് മടങ്ങുന്നതിന് തൊട്ടു മുൻപ് വന്ന അവസാന കോഡുകൾ ആരുടേതായിരുന്നുവെന്നും ഫോൺ റെക്കോർഡുകളും വാട്സ്ആപ്പ് ചാറ്റുകളും വിശദമായി പരിശോധിക്കുന്നതിലൂടെ മാത്രമേ ആ രാത്രിയിൽ സംഭവിച്ച മാനസിക സമ്മർദ്ദത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനാകൂ. കൂടാതെ 5 മുക്കിലെ വീടും പരിസരത്തുമുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നുണ്ട്. റാസൽ ഖൈമയിൽ അൽ നഖ്ല എന്ന ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയും റെസ്റ്റോറന്റും വിജയകരമായി നടത്തിയിരുന്ന സുഗതന നാട്ടിലും വലിയ തോതിലുള്ള ബിസിനസ് പങ്കാളിത്തവും റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളും ഉണ്ടായിരുന്നു. കോവിഡ് കാലത്തെ ചെറിയ പ്രതിസന്ധികൾ അദ്ദേഹം മറികടന്നുവെങ്കിലും നാട്ടിലെ പുതിയ ചില സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമായി തർക്കങ്ങളോ സാമ്പത്തിക ഇടപാടുകളിലോ അസ്വാരസ്യങ്ങളോ നിലനിന്നിരുന്നോ എന്ന കാര്യവും പോലീസ് രഹസ്യമായി അന്വേഷിക്കുകയാണ്. പണത്തിന് ബുദ്ധിമുട്ടില്ലാത്ത ഒരാളെ മാനസികമായി തളർത്താൻ പോകുന്ന എന്തെങ്കിലും ഭീഷണിയോ വഞ്ചനയോ നാട്ടിൽ വെച്ച് നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്ന സംശയം തള്ളിക്കളയാനാകില്ല. ഒരുപക്ഷെ ഈ മരണത്തിന് പിന്നിൽ പുറത്താരും അറിയാത്ത മറ്റൊരു കറുത്ത അധ്യായം ഒളിഞ്ഞിരിപ്പുണ്ടോ? അതോ ആ രാത്രിയിൽ തർക്കത്തിനപ്പുറം മറ്റാരെങ്കിലും ഇവരെ ഈ കടുംകൈക്ക് പ്രേരിപ്പിച്ചതാണോ? ആഡംബര വസതിയായ ഉഷസിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒടുങ്ങിയ ആ രഹസ്യം മണ്ണിൽ മൂടപ്പെട്ട മൃതദേഹങ്ങൾ തുറന്നെടുത്ത നിയമത്തിന് മുന്നിൽ വിളിച്ചു പറയുമോ എന്ന വരും ദിനങ്ങളിൽ അറിയാം. കടയ്ക്കൽ പോലീസിന്റെ ഫോറൻസിക് അന്വേഷണം ഇപ്പോൾ അതിവേഗത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.